നമ്മൾ നമ്മുടെ മെന്റൽ എബിലിറ്റിയുടെ 3ാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ബോട്ട് ആൻഡ് സ്ട്രീം ആണ്. ബോട്ട് ആൻഡ് സ്ട്രീം അത്ര റിലവൻ്റ് ആയ ഒരു ടോപ്പിക്കായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ 2021 മുതൽ 23 വരെയുള്ള എല്ലാ ഡിഗ്രി പ്രിലിംസും മെയിൻസും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയത്. അതത്ര റിലവൻ്റ് അല്ല എന്ന് പറയാനും പറ്റില്ല, 2 ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ നമുക്ക് ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ ഞാൻ കുറച്ച് SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, വെള്ളത്തിലൂടെ ഒരു ബോട്ട് പോകുന്നു. അതിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. ബോട്ട് തന്നെ ആവണമെന്നില്ല, ഒരാൾ സ്വിം ചെയ്യുന്നതാവാം, എന്തെങ്കിലും സാധനം വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്നതാവാം, അങ്ങനെ എന്തോ ആവാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡൗൺ സ്ട്രീം ആണ്, ബോട്ട് ഡൗൺ സ്ട്രീം ആണ് പോകുന്നത് വെച്ചാൽ സ്പീഡ് എന്താ ഉണ്ടാവുക? കൂടുകയാണ് ചെയ്യുക. അതിന് ഒഴുക്കിനൊപ്പം പോയി കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അപ് സ്ട്രീം ആണെങ്കിലോ, സ്ട്രീമിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഈ ബോട്ടിന്റെ സ്പീഡിന് റെസിസ്റ്റൻസ് ആയിട്ട് ഈ സ്ട്രീമിന്റെ സ്പീഡ് ഉണ്ടാവും, സ്ട്രീമിന്റെ ഫ്ലോ സ്പീഡ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ് സ്ട്രീം മോഷനിൽ സ്പീഡ് കുറയും. അങ്ങനത്തെ കുറച്ച് ബേസിക് ഐഡിയാസ് മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് km/h സ്പീഡ് ഓഫ് സ്ട്രീം km/h ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് വൈൽ ഗോയിങ് ഡൗൺ സ്ട്രീം, അതായത് നിശ്ചലമായ വെള്ളത്തിലുള്ള ബോട്ടിന്റെ സ്പീഡ് സെറ്റ് km/h ആണ്. സ്ട്രീമിന്റെ സ്പീഡ് km/h ആണ്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം പോകുന്ന ബോട്ടിന്റെ സ്പീഡ് എന്തായിരിക്കും? ഡൗൺ സ്ട്രീം സ്പീഡ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ Z+S km/h ആണ്. അതായത് ബോട്ട് സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ് ആഡ് ചെയ്താൽ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടും. സ്പീഡ് ഓഫ് ബോട്ട് വൈൽ ഗോയിങ് അപ് സ്ട്രീം ഈസ്, അതായത് ഒഴുക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z-S km/h ആണ്. അതായത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം. അപ്പോൾ നമുക്ക് അപ്സ്ട്രീം സ്പീഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് ഇക്വേഷൻസ് ഒന്നുകൂടെ പറയാം. നിശ്ചലമായ വെള്ളത്തിലൂടെ പോകുന്ന ബോട്ടിന്റെ സ്പീഡിനെ Z എന്നും വെള്ളത്തിന്റെ ഒഴുക്കിനെ S എന്നും എടുത്തു കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്തായിരിക്കും? Z+S ഉം അപ്സ്ട്രീം Z-S ആയിരിക്കും. ഇനി സ്പീഡ് ഓഫ് സ്ട്രീം കാണുകയാണെങ്കിൽ 1/2 ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ 1/2 ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ 1/2 ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ്. സ്പീഡ് ഓഫ് ദ സ്ട്രീം, സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആകുമ്പോൾ 1/2 ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിക്ക് കിടക്കല്ലേ? എല്ലാവരും റെഡി അല്ലേ? രാവിലെ ആയിട്ട് ആർക്കും ഒരു ഉഷാറൊന്നും കാണാനില്ലല്ലോ. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി ചെയ്തു തുടങ്ങാം. അപ്പൊ കുറച്ച് ഉഷാറൊക്കെ വരും. ഇതൊരു ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം നമുക്ക്. എ മോട്ടോർ ബോട്ട് whose speed in 20 km/h in still water goes 30 km downstream and comes back in a total of 4 hours. The speed of the stream in km/h is. ഇതിന്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഞാൻ നമുക്ക് കുറച്ച് സമയം തരാം. ഞാൻ പറഞ്ഞു തന്ന
ഡാറ്റകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. ഹലോ, അതിനിടയ്ക്ക് കണക്ഷൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അറിയാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യാനുള്ളത്? സ്പീഡ് ഓഫ് ദ ബോട്ടിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സ്പീഡ് ഓഫ് ദ സ്ട്രീമിനെ വൈ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ അപ്സ്ട്രീം മോഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ബൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. ടൈം ടേക്കൺ ഫോർ ഡൗൺ സ്ട്രീം മോഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ? കാരണം നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഡൗൺ സ്ട്രീമിന്റെയും അപ്സ്ട്രീമിന്റെയും സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലേ ടൈം. അപ്പോൾ ടൈം ഡി ബൈ അപ്സ്ട്രീമിന്റെ ഡി ബൈ എക്സ് മൈനസ് വൈയും ഡൗൺ സ്ട്രീമിന്റെ ഡി ബൈ എക്സ് പ്ലസ് വൈയും. അപ്പോൾ ടോട്ടൽ ടൈം കാണണമെങ്കിൽ ഡി ബൈ എക്സ് മൈനസ് വൈ പ്ലസ് ഡി ബൈ എക്സ് പ്ലസ് വൈ, അതാണ് ടോട്ടൽ ടൈം. ഓക്കെ, അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. 30 ആണെന്ന് തന്നിട്ടുണ്ട്. 30 കിലോമീറ്റർ അല്ലേ മൂവ് ചെയ്യണത്. പിന്നെ ക്വസ്റ്റ്യനിൽ വേറെ എന്താ തന്നിട്ടുള്ളത്? 20 കിലോമീറ്റർ ഹവറാണ് ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെ സ്ട്രീമിന്റെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്ന ഡാറ്റകൾ മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 30 ഡിവൈഡഡ് ബൈ 20 മൈനസ് വൈ പ്ലസ് 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് വൈ. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനെ 20 പ്ലസ് വൈ ഇൻറ്റു 30നെ നമുക്ക് 600 പ്ലസ് 30y എന്ന് എഴുതാൻ പറ്റും. 20y മൈനസ് 30 ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 600 പ്ലസ് 30y, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 600 മൈനസ് 30y ഡിവൈഡഡ് ബൈ 20 മൈനസ് y ഇൻറ്റു 20 പ്ലസ് y ഈക്വൽ ടു 4. ഓക്കെ,
ഇനി ഇതിനെ വീണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ +30y -30y അല്ലേ, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. 600 + 600 1200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20y - 20y - 20 - y ഇൻറ്റു 20 + y നെ നമുക്ക് a² - b² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 20² പറയുമ്പോൾ 400 - y² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1200 ഈക്വൽ ടു 4. ഇതിനെ ഇങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞാൽ 4 × 400 - y² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 4y² ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4y² is equal to 1600 - 1200 എന്ന് എഴുതാം. 4y² എന്തെഴുതാൻ പറ്റും? 400 എന്ന് എഴുതാൻ പറ്റും. y² 100 ആണ്, y-യുടെ വാല്യൂ 10 ആണ്. ഈ ഒരു ഇക്വേഷൻ എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി ഓപ്ഷനിലുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? 8.5ഉം 10ഉം 11ഉം ആണ്. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഒരു ഇക്വേഷനിൽ കൊടുക്കുക. 30 20 - 10 ചെയ്ത് കഴിഞ്ഞാൽ 30/10, 30 20 + 10 30. അപ്പോൾ 30/10 3, 30 + 30 1, 3 + 1 4. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ചെയ്യുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു ഡിഗ്രി പ്രിലിംസിന്റെയോ മെയിൻസിന്റെയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. A boat travels a certain distance upstream at 10 km/h and the same distance downstream at 20 km/h. Find the time the boat will take to travel 40 km upstream and downstream. എന്താ ചോദ്യം? ഒരു ബോട്ട് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല, എത്രയോ ദൂരം അപ്സ്ട്രീം ആയിട്ട് 10 km/h സ്പീഡിലും അതേ ഡിസ്റ്റൻസ് തന്നെ ഡൗൺ സ്ട്രീം ആയിട്ട് 20 km/h സ്പീഡിലും പോയി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടൈം ദ ബോട്ട് വിൽ ടേക്ക് ടു ട്രാവൽ 40 km അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. എത്രയോ ഡിസ്റ്റൻസ് 10 km/hലും 20 km/h സ്പീഡിലും ആണ് പോയത്. അങ്ങനെയാണെങ്കിൽ 40 km അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും പോവാൻ ആ ബോട്ട് എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഞാനൊരു 30 മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് ബേസിക് ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജ് ഞാൻ വെക്കാം. ഇത് വെച്ചിട്ട് നിങ്ങളത് ചെയ്ത് നോക്കിക്കോളൂ.
ഹലോ, ചെയ്തു നോക്കിയോ? അപ്പോൾ നമുക്കതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എക്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ തന്നിട്ടുണ്ട് 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ 10 മണിക്കൂറാണ്, 10 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് പോയത്. അപ്പോൾ അപ്സ്ട്രീമിന്റെ സമയം എത്രയായിരിക്കും? 40/10 4 hours. ടൈക്കൺ ഡൗൺ സ്ട്രീം സ്പീഡ് ആവുമ്പോൾ 20/10. സോറി, 40/20 കിലോമീറ്റർ. 40/20 വരുമ്പോൾ 2 hours വരും. ടോട്ടൽ ടൈം ടേക്കൺ 4 + 2 6 മണിക്കൂറാണ് മൊത്തം സമയം അത് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇതിൽ നമുക്ക് സത്യത്തിൽ ക്വസ്റ്റ്യൻ നമ്മൾ ബോട്ട് സ്ട്രീം ഒക്കെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്താ ചെയ്യേണ്ടത്, ഒരു ഐഡിയ കിട്ടില്ല. ഇത് ബേസിക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നുള്ള ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതും ബോട്ട് ആൻഡ് സ്ട്രീമും തമ്മിൽ അതിന്റെ അപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മുടെ ബേസിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അത് മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കിന് എത്ര? 4 + 2 = 6 hours ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമോ? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 18 km/h and the speed of the current is 6 km/h. In how much time the boat travel a distance of 90 km upstream and the same kilometer downstream? ഒരു ബോട്ടിന്റെ നിശ്ചലമായ വെള്ളത്തിലുള്ള സ്പീഡ് 18 km/h ആണ്. കരണ്ടിന്റെ ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 km/h ആണ്. അങ്ങനെയാണെങ്കിൽ 90 കിലോമീറ്റർ ഡിസ്റ്റൻസ് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഒഴുക്കിനൊപ്പവും ഒഴുക്കിനെതിരായിട്ടും പോകുവാൻ വേണ്ടിയിട്ട് എത്ര സമയം ആയിരിക്കും ബോട്ട് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്തു നോക്കൂ. ഹലോ, ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തോ? എന്താ നമുക്ക് ആൻസർ കിട്ടിയത്? 45/4 hour എത്ര പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? ഓക്കെ, എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 18 km/h ആണ്. സ്പീഡ് ഓഫ് കറണ്ട് 6 km/h ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ടിന് അപ്സ്ട്രീം എത്രയായിരിക്കും? Z - S ആണ് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ 18 - 6 12 km/h ആണ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ആണെങ്കിലോ 18 + 6 അല്ലേ? Z + S അല്ലേ? അപ്പോൾ 18 + 6 എത്രയാ? 24 km/h. ടോട്ടൽ ടൈം നമുക്കറിയാം d/, ഡൗൺ അപ്സ്ട്രീമിന്റെ സ്പീഡ് d/, ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ അപ്സ്ട്രീമിന്റെ സ്പീഡ് 12, 90 + 12, 90 + 12 ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അപ്സ്ട്രീമിന്റെ സ്പീഡ് പ്ലസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ്. 90/12 നമുക്ക് 30/4 എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? 90/24 30/8 എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 30 × 8 240, 30 × 4 120 ഡിവൈഡഡ് ബൈ 32.
360/32 360/32 നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 45/4 hours എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ്സ്ട്രീം Z-S വെച്ചിട്ട് കാണുക. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം കാണുക. ടൈമിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അപ്ലൈ ചെയ്യുക. ഡൗൺ സ്ട്രീമിന്റെ അപ്സ്ട്രീമിന്റെ കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം ഇൻ ഹവേഴ്സ് കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If speed of boat in still water is 15 km/h and the speed of the current is 5 km/h, in how much time will the boat travel a distance of 60 km upstream and the same kilometer downstream? ഇതൊക്കെ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്റ്റിൽ വാട്ടറിലുള്ള നിശ്ചലമായ വെള്ളത്തിലുള്ള ബോട്ടിന്റെ സ്പീഡ് 15 km/h. ഒഴുക്കിനൊപ്പം പോകുമ്പോൾ സ്പീഡ് ഓഫ് ദ കറന്റ്, ഒഴുക്കിന്റെ വേഗത 5 km/h ആണെങ്കിൽ ബോട്ട് 60 km അപ്സ്ട്രീമും അതേ വേഗത അതേ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമും പോകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും. ഇത് വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അധികം സമയം തരുന്നില്ല, പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? 9 hours എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കമന്റ് ബോക്സിൽ വരുമോ? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ 9 hours ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്പീഡ് ഓഫ് ബോട്ടിന് അപ്സ്ട്രീം എത്രയാ? 15 ആണ്. സ്റ്റിൽ വാട്ടറിൽ കറണ്ട് 5 ആണ്. അപ്പോൾ 15 - 5 10. സ്പീഡ് ഓഫ് ബോട്ടിൻ ഡൗൺ സ്ട്രീം 15 + 5 20. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ അപ്സ്ട്രീമിന്റെ 10. അപ്പോൾ 60 കിലോമീറ്റർ അല്ലേ ഡിസ്റ്റൻസ് കവർ ചെയ്തത്? 60/10 എന്ന് പറയുമ്പോൾ 6 അല്ലേ? പ്ലസ് 60 ഡൗൺ സ്ട്രീമിന്റെ എത്ര? 60/20 3. 6 + 3 9 മണിക്കൂർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ. If a boat goes certain distance at 30 km/h and comes back at the same distance at 60 km/h, what is the average speed in km/h for the total journey? ഒരു ബോട്ട് കുറച്ച് ദൂരം 30 km/h പോയി, എന്നിട്ട് അത് സെയിം ഡിസ്റ്റൻസ് 60 km/h തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? അപ്പൊ ആദ്യത്തെ ഒരു അപ്സ്ട്രീം മോഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, രണ്ടാമത്തെ ഒരു ഡൗൺ സ്ട്രീം മോഷൻ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ജേർണിയുടെ ആവറേജ് സ്പീഡ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. 30 km/h ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും 60 km/h ഡൗൺ സ്ട്രീമും. ആവറേജ് സ്പീഡ് ഇൻ km/h. ചെയ്ത് കഴിഞ്ഞോ?
കമന്റ് ബോക്സിൽ ഗുഡ് 40 km/h ശരിയാണ്. അപ്പോൾ നമുക്ക് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം അതിന്റെ ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ ബോട്ടിന്റെ ആയാലും കാറിന്റെ ആയാലും ജീപ്പിന്റെ ആയാലും ഒക്കെ ആവറേജ് സ്പീഡ് തന്നെയല്ലേ? സെയിം ഇക്വേഷൻ അല്ലേ യൂസ് ചെയ്യേണ്ടത്? സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2s1s2 ഡിവൈഡഡ് ബൈ s1 പ്ലസ് s2 ആണ്. അപ്പോൾ 2 × 30 × 60 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 60 ഇത് എത്ര കിട്ടുക? 3600/90 കിട്ടും. 3600/90 എത്ര? 40 കിലോമീറ്റർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും ഉത്തരം കിട്ടിയതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവരോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ബട്ട് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ടെലഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതെടുത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മോട്ടോർ ബോട്ട് goes 24 km in 2 hours along the stream and 10 km in 1 hour against the stream. The speed of the motor boat in km/h is. ഒരു മോട്ടോർ ബോട്ട് 24 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ടും അത് എങ്ങനെ സ്ട്രീമിനൊപ്പം എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം 13 കിലോമീറ്റർ ഇൻ 1 hour against the stream. സ്ട്രീമിന് ഓപ്പോസിറ്റ്, അപ്പോൾ അപ്സ്ട്രീം. The speed of the motor boat in km/h. അങ്ങനെയാണെങ്കിൽ മോട്ടോർ ബോട്ടിന്റെ സ്പീഡ് km/h മോട്ടോർ ബോട്ടിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പം 24 കിലോമീറ്റർ 2 hourലും അത് ഏതായിരുന്നു? ഡൗൺ സ്ട്രീം മോഷൻ. 10 കിലോമീറ്റർ 1 hourലും എഗെയിൻസ്റ്റ് ദ സ്ട്രീം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ മോട്ടോർ ബോട്ടാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെയ്തു നോക്കൂ. ഉത്തരം ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്? ഓ ഗുഡ്. ശരിയാണ്. 11 km/h ആണ് കിട്ടുക. ഇതും സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. അപ്സ്ട്രീം സ്പീഡ് നമുക്ക് ഇതൊന്നും ഒന്ന് തിരിച്ചു തന്നേ ഉള്ളൂ. ഡിസ്റ്റൻസ് കവർ ചെയ്തതും ടൈമും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസും ടൈമും തന്നാൽ നമുക്കാണോ സ്പീഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്യില്ല നമ്മൾ. 10/1 10 km/h. ഡൗൺ സ്ട്രീം സ്പീഡ് 24/2 12 km/h. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ മോട്ടോർ ബോട്ട് നമ്മൾ എങ്ങനെ കാണുക? നമ്മൾ ആദ്യം പറഞ്ഞു സ്പീഡ് ഓഫ് ദ മോട്ടോർ ബോട്ട് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തന്നു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, 1/2 ഇൻറ്റു 10 + 12 22/2 വരും. 22/2 എന്ന് പറഞ്ഞാൽ 11 km/h. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A man goes downstream with a boat to some destination and return upstream to his original place within 5 hours. If the speed of the boat in still water and speed of the stream are 10 km/h and 4 km/h respectively, the distance of the destination from the starting point will be. എന്ത് ചോദ്യം? ഒരാള് ബോട്ട് കൊണ്ട് ഡൗൺ സ്ട്രീമിലേക്ക് കുറച്ച് ദൂരത്തിലേക്ക് പോയി. എന്നിട്ട് അയാള് ഒറിജിനൽ സ്ഥലത്തേക്ക്
5 മണിക്കൂർ കൊണ്ട് മൊത്തം അയാളുടെ താഴേക്ക് പോകലും തിരിച്ചു വരലും കൂടെയുള്ള മൊത്തം ടൈം അയാൾ 5 മണിക്കൂറാണ് എടുത്തത്. സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ നിശ്ചലമായ വെള്ളത്തിലുള്ള ബോട്ടിന്റെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവറും ഒഴുക്കിന്റെ വേഗത 4 കിലോമീറ്റർ പെർ അവറുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അപ്പോൾ എത്രയോ ദൂരം പോയി തിരിച്ചു വന്നു എന്നല്ലേ പറഞ്ഞത്, ആ ദൂരം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്തു നോക്കുവോ? ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒരാള് കുറച്ച് ദൂരം അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും പോയി വന്നു. മൊത്തം അയാൾ എടുത്ത ടൈം 5 മണിക്കൂറായിരുന്നു. അപ്പോ ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 കിലോമീറ്റർ പെർ അവർ ആണ്. ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ പെർ അവർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരമാണ് അയാൾ 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അതായത് എത്ര ദൂരമാണ് 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തതെന്നല്ല ചോദിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് ഡെസ്റ്റിനേഷന്റെ ദൂരം എത്ര ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ചെയ്തു നോക്കുവോ? 5 മണിക്കൂറാണ് മൊത്തം അയാൾ എടുത്തത് പോയി വരാൻ. 10 കിലോമീറ്റർ പെർ അവർ ആണ് ബോട്ടിന്റെ സ്പീഡ്. 4 കിലോമീറ്റർ പെർ അവർ ആണ് കറണ്ടിന്റെ സ്പീഡ്, സ്ട്രീമിന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം അയാൾ കവർ ചെയ്തു? നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കൂ. കുറച്ച് സമയമൊക്കെ തന്നു. കമന്റ് ബോക്സിൽ ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ബട്ട് അനുപമ ആൻസർ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുമോ? ഒന്നുകൂടെ ട്രൈ ചെയ്യും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താലോ? കുറെ പേർക്കൊക്കെ ആൻസർ ശരിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഒന്നുകൂടി ചെയ്ത് നോക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഒന്നുകൂടി ചെയ്ത് നോക്കും. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്രയാണ് തന്നിരിക്കുന്നത്? 10 കിലോമീറ്റർ പെർ അവർ ആണ്. സ്പീഡ് ഓഫ് ദ സ്ട്രീം 4 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10+4 40 കിലോമീറ്റർ പെർ അവർ ആണ്. അപ് സ്ട്രീം സ്പീഡ് ഓഫ് 10 - 4 6 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? d/40 + d/6 = 5 എന്ന് എഴുതിക്കൂടെ? അതെങ്ങനെ എഴുതിയത് മനസ്സിലായല്ലോ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അപ്സ്ട്രീം മോഷന്റെ സ്പീഡ് പ്ലസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം മോഷന്റെ സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ടേക്കൺ. d/40 + d/6 = 5. ഇതിന് നമുക്ക് 6d + 40 6d + 40d = 84 × 5 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ 20d നമുക്ക് എങ്ങനെ എഴുതാം? 20d = 84 × 5. അപ്പൊ 84 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് 5 24 ടൈം അല്ലേ? 84/4 d = 84/4 21 കിലോമീറ്റർ എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തെറ്റിച്ചവര് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? A man swims downstream distance of 50 km in 1 hour. If the speed of the current is 5 km per hour, the time taken by the man to swim the same distance upstream is. ഒരാള് ഡൗൺസ്ട്രീം ഡിസ്റ്റൻസ് 15 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു.
സ്പീഡ് ഓഫ് ദ കറണ്ട് 5 km/h ആണെങ്കിൽ time taken by the man to swim the same distance upstream is. Okay. ഒരാള് 15 കിലോമീറ്റർ ഡൗൺ സ്ട്രീം 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു, നീന്തിപ്പോയി. അയാള് ഒഴുക്കിന്റെ വേഗത എന്ന് പറഞ്ഞാൽ 5 km/h ആണ്. അങ്ങനെയാണെങ്കിൽ അയാള് അപ്സ്ട്രീമിലേക്ക്, മുകളിലേക്ക് ഒഴുകി വരാൻ എത്ര സമയം, നീന്തി വരാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. ചെയ്തു നോക്കൂ. ഹലോ, കമന്റ് ബോക്സിൽ ആൻസേഴ്സ് വന്നു തുടങ്ങിയോ? ഓക്കെ, ഗുഡ്. 3 hours. ഓക്കെ ഗുഡ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടല്ലോ. ഇതും നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ആ ബേസിക് ഇക്വേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ എല്ലാം സിമ്പിളായി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ ആ ബേസിക് ഇക്വേഷൻസ് അത് വെറുതെ ബൈ ഹാർട്ട് ചെയ്യാന്നതിലപ്പുറം അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ ബോട്ടം സ്ട്രീമിന്റെ ഒരു ക്വസ്റ്റ്യനെ എന്തായാലും വരുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ മാർക്ക് എല്ലാവർക്കും കിട്ടും ഉറപ്പല്ലേ? അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്താലോ. ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസും സമയവും തന്നിട്ടുണ്ട്. സ്പീഡ് കണ്ടുപിടിക്കാൻ വല്ല പണിയുണ്ടോ? ഡൗൺ സ്ട്രീം സ്പീഡ്, distance by time 50 by 1 kilometer, 50 km/h. സ്പീഡ് ഓഫ് കറണ്ട് തന്നിട്ടുണ്ട് 5 km/h ആണ്. നമുക്കറിയാം സ്പീഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ 1/2 ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ആണെന്ന്. അപ്പോ 5 = 1/2 50 മൈനസ് എക്സ്. അപ്പോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1/2നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 10 = 50 മൈനസ് എക്സ് എന്ന് കിട്ടും, അല്ലേ? എക്സിന്റെ വാല്യൂ 5 km/h ആണ്. 5 km/h എന്താണത്? സ്പീഡാണല്ലേ. നമ്മളോട് സ്പീഡ് അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, അപ്സ്ട്രീം ടൈം അല്ലേ ചോദിച്ചിരിക്കുന്നത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷനിൽ ഈ 5 ഉണ്ടാവും, 3 ഉണ്ടാവും, 2 ഉണ്ടാവും, 1 ഉണ്ടാവും. നമ്മൾ വേഗം 5 എടുത്ത് കുത്തും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കണം. അപ്സ്ട്രീം ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാ? 15 കിലോമീറ്റർ ആണ്. സ്പീഡ് 5 km/h ആണ്. അപ്പൊ 15/5 3 ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ക്യാൻ റോ 30 km downstream and return in a total of 8 hours. If the speed of the boat in still water is 4 times the speed of the current, then the speed of the current is. ഒരു ആള് 30 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോയിട്ട് തിരിച്ചു വരുന്നു, അപ്സ്ട്രീം തിരിച്ചു വന്നു. അതിന് എത്ര മണിക്കൂർ എടുത്തു? 8 മണിക്കൂറാണ് എടുത്തത്. ഡൗൺ സ്ട്രീം അപ്സ്ട്രീം മോഷന് 8 മണിക്കൂർ എടുത്തു. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 times the speed of the current ആണെങ്കിൽ then the speed of the current is. ഓക്കെ, എന്തൊക്കെയാ തന്നത്? ഒരാള് 30 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോയിട്ട് തിരിച്ചു വന്നു. അതിന് മൊത്തം എടുത്ത ജേർണി ടൈം 8 കിലോമീറ്റർ ആണ്. സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ 4 times the സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ 4 times the സ്പീഡ് ഓഫ് ദ കറണ്ട് ആണെങ്കിൽ സ്പീഡ് ഓഫ് ദ കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഒന്ന് ചെയ്ത് നോക്കൂ. ഞാൻ എന്തെങ്കിലും മാറ്റുന്നത് ഞാൻ അതിന് താഴെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ നിങ്ങളോട് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സമയം തരുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ഞാൻ ഈ പേജ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്നാലും അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഓക്കെ. ഹലോ, ചെയ്തോ? എന്തായി? കമന്റ് ബോക്സിൽ ഒന്നും വന്ന് കാണാനില്ലല്ലോ. ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? കുഴപ്പമില്ല, ചെയ്തോളൂ. ഓക്കെ, ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. 2 km/h അല്ലേ? ഗുഡ്. കുറച്ച് പേരുടെയൊക്കെ ആൻസർ തെറ്റിയിട്ടുണ്ട്. 2 km/h ആണ് നമ്മുടെ ആൻസർ. കിട്ടാത്തവര് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം d/x+y/d/x-y = ടോട്ടൽ ടൈം ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അപ്സ്ട്രീം മോഷൻ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡൗൺസ്ട്രീം മോഷൻ ആണ് ടോട്ടൽ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുണ്ട്? 30 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 30 ഡിവൈഡഡ് ബൈ പിന്നെ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ടൈംസ് സ്പീഡ് ഓഫ് ദ കറണ്ട് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സ്പീഡ് ഓഫ് കറണ്ട് എക്സ് ആയിട്ട് എടുത്താല് ബോട്ടിന്റെ സ്പീഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്പീഡ് ഓഫ് കറണ്ട് എക്സ് ആയിട്ട് എടുത്താൽ ബോട്ടിന്റെ സ്പീഡിന് 4x എന്ന് എഴുതുന്നതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ബോട്ടിന്റെ സ്പീഡ് 4x ആണ്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 4x മൈനസ് 4x എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡ് മൈനസ് കറണ്ടിന്റെ സ്പീഡ് 30 ഡിവൈഡഡ് ബൈ ബോട്ടിന്റെ സ്പീഡ് പ്ലസ് കറണ്ടിന്റെ സ്പീഡ്. അത് എത്ര നമുക്ക് തന്നിട്ട് ടോട്ടൽ ടൈം 8 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ടോട്ടൽ ടൈം 8 ആണ് നമുക്കറിയാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 30 ഡിവൈഡഡ് ബൈ 4x മൈനസ് എക്സിന് 3x എന്ന് എഴുതിക്കൂടെ? 30 ഡിവൈഡഡ് ബൈ 4x പ്ലസ് എക്സിന് 5x എന്ന് എഴുതിക്കൂടെ? അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 5x into 30 എന്ന് പറയുമ്പോൾ എത്ര വരിക? 150x എന്ന് വരും അല്ലേ? 150x plus 90x is equal to 8 into 15x square. അപ്പം 150x plus 90x is equal to 50 into x square into 8. അപ്പോൾ 50 into x square നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 150x plus 90x 240x അല്ലേ? 240x plus 8 15x square is equal to 13x ആണ്. 15x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സും ഈ എക്സും കട്ട് ചെയ്ത് പോയാൽ 15x is equal to 30 ആണ്. എക്സിന്റെ വാല്യൂ 2 km/h ആണ്. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. കോംപ്ലിക്കേറ്റഡ് എന്നല്ല, കുറച്ചുകൂടെ നേരം എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ ഒക്കെ കണ്ടാൽ തന്നെ അയ്യോ എന്ന് വിചാരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ വിടും. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കും. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ബോട്ട് takes half time in moving a certain distance downstream than upstream. The ratio of the speed of the boat in still water and that of the current is. ഒരു ബോട്ട് ഡൗൺസ്ട്രീമില് പോണതിനേക്കാളും അപ്സ്ട്രീമിലേക്ക് പോണതിനേക്കാളും പകുതി സമയമാണ് ഡൗൺസ്ട്രീം പോകാൻ വേണ്ടി എടുത്തത്. അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ
സ്പീഡും കറണ്ടിന്റെ സ്പീഡും തമ്മിലുള്ള സ്ട്രീമിന്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് കാണുന്നത്. ആകെ ഒരു കാര്യം നമുക്ക് തന്നിരിക്കുന്നത് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡിന്റെ ഇരട്ടിയാണ് തന്നിട്ടുണ്ട്. ഡൗൺ സ്ട്രീം സ്പീഡ് അപ്സ്ട്രീം സ്പീഡിന്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡിന്റെ പകുതിയാണ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടത്? സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ കാണണം. ഒന്ന് ചെയ്ത് നോക്കൂ, കുറച്ച് സമയം തരാം ഞാൻ. ഹലോ, ചെയ്തു കഴിഞ്ഞോ? നമുക്ക് പറഞ്ഞാലോ. ഡൗൺ സ്ട്രീം സ്പീഡ് എന്താ നമുക്കറിയാം, x+y ആണെന്നറിയാം. അപ്സ്ട്രീം സ്പീഡ് x-y ആണെന്നറിയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് x+y = ഡിസ്റ്റൻസ് ബൈ ടൈം d/t ആണ്. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് എന്താ നമ്മളോട് പറഞ്ഞത്? ഡൗൺ സ്ട്രീം സ്പീഡിന്റെ പകുതിയാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ x-y = d/2t. ഇക്വേഷൻ 1ഉം 2ഉം വന്ന വഴി മനസ്സിലായില്ലേ? നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് x = d/t - y എന്ന് എഴുതിക്കൂടെ? x = d/t - y എന്ന് എഴുതാം. ഇക്വേഷൻ 2ൽ നമുക്ക് എന്ത് എഴുതാം? x = d/2t + y എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 1ൽ നിന്ന് d/t - y ആണ് x എന്നും, ഇക്വേഷൻ 2ൽ നിന്ന് d - x = d/2t + y ആണെന്നും കിട്ടി അല്ലേ? ഇനി ഇക്വേഷൻ 3ഉം 4ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇക്വേഷൻസ് 3ഉം 4ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. x = d/t - y, x = d/2t + y. അപ്പോൾ d/t - y = d/2t + y എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്തു? d/t - d/2t = 2y എന്ന് എഴുതാൻ പറ്റില്ലേ? ഈ y ഇങ്ങോട്ട് വന്ന് ഈ ഇക്വേഷൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2td - td/2t² = 2y എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോ 2td - td/2t² എങ്ങനെ എഴുതാൻ പറ്റും? 2td ന്ന് td പോയാൽ എന്താ? td. td / 2t² = 2y ആണ്. ഓക്കെ, അപ്പൊ ഒരു tയും വെട്ടിയില്ലേ? d/2t എന്താ? 2y ആണ് അല്ലേ? അപ്പൊ y = d/4t. ഓക്കെ, y യുടെ വാല്യൂ d/4t ആണ്. അപ്പൊ x ന്റെ വാല്യൂ എത്ര? നമുക്ക് എന്താ തന്നിട്ടുള്ളത്? x+y = x+y d/t ആണ് തന്നിട്ടുണ്ട് അല്ലെ? x+y d/tയും x+y = d/t. y യുടെ വാല്യൂ d/40 ആണ്. അപ്പോൾ x =
d by t minus d by 4t. അപ്പോ 3d by 40 എന്ന് കിട്ടില്ലേ? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3d by 40 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ ആണ് എക്സ് ബൈ വൈ. എക്സിന്റെ വാല്യൂ 3d by 40 ആണ്, വൈയുടെ വാല്യൂ d by 40 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3d by 4t ഇൻറ്റു 4t by d എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? 40യും 40യും പോയി, ഡിയും പോയി. 3:1 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ ആൻസർ എന്താ? 3:1 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യാന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ബോട്ടം സ്ട്രീം ആണ് എടുത്തത്. ബോട്ടം സ്ട്രീമിന്റെ ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്സ്ട്രീം മോഷന്റെയും ഡൗൺ സ്ട്രീം മോഷന്റെയും അപ്സ്ട്രീം മോഷന്റെ ഡൗൺ സ്ട്രീം മോഷന്റെയും ഇക്വേഷൻ കാണാനും സ്പീഡ് ഓഫ് ദ സ്ട്രീമും സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറും കാണാൻ നമ്മൾ പഠിക്കണം. അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്തായാലും ബോട്ടിൻ സ്പീഡ് ഓഫ് ബോട്ടിൻ സ്റ്റിൽ വാട്ടർ പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. കാരണം കൂടുകയാണ് ചെയ്യുക. എന്തോ മൈനസും പ്ലസും ആണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഏതാണ് മൈനസ് ഏതാണ് പ്ലസ് എന്നാണ് മറക്കുക. അപ്പൊ നമ്മളത് ഓർക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒഴുക്കിനൊപ്പം പോവുക എന്നല്ലേ പറയുന്നത്. ഒഴുക്കിനൊപ്പം പോകുമ്പോൾ സ്പീഡ് കൂടുകയല്ലേ ചെയ്യുക. അപ്പൊ സെഡ് പ്ലസ് എസ് ഡൗൺ സ്ട്രീം ആണെന്ന് ഓർക്കുക. ഒഴുക്കിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ സെഡ് മൈനസ് എസ് ആണെന്ന് ഓർക്കുക. സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണെങ്കിൽ ഹാഫ് ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ് സ്ട്രീം സ്പീഡ് ആണ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഹാഫ് ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ് സ്ട്രീം സ്പീഡ് ആണ്. ഇനി ഈ ഇക്വേഷൻസ് വെച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഈ PDF ഞങ്ങൾ ടെലഗ്രാം ചാനലിൽ ഇടാം. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. വർക്ക്ഔട്ട് ചെയ്ത് ചെയ്ത തന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. വീണ്ടും ചെയ്യാൻ എക്സാം ഹോളിൽ ഇതിന്റെ ഐഡിയ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. മാത്സ് പഠിക്കാൻ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഷോർട്ട് കട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതൊക്കെ കുറേ വട്ടം വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ തന്നെ നമുക്ക് എക്സാം ഹോളിൽ ഈ ഷോർട്ട് കട്ട്സ് നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.